പൂച്ചന്റെ കഥ അറിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഈ പൂച്ച എന്ന സാധനം മാർജാര വംശത്തിൽപ്പെട്ട സാധനം. അതിന്റെ ബാക്കിക്കാരൊക്കെ കാട്ടില്ല, സിംഹം, പുലി, കടുവ ഒക്കെ. പക്ഷെ പൂച്ച മാത്രം നാട്ടില. എങ്ങനെ പൂച്ച നാട്ടിലെത്തിയേ? അതിന്റെ വലിയ കഥ ഉണ്ടല്ലോ. ഈ പൂച്ച കാട്ടിലേനു. പൂച്ചക്ക് എന്ത് ചെയ്തു? നല്ല ശക്തിയുള്ള മൃഗത്തിനോട് ഒന്ന് കൂട്ടുകൂടണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ പൂച്ചക്ക് നടന്നപ്പെട്ട ഒരു കുറുക്കൻ ഒരു മുയലിനെ പിടിക്കണ കണ്ടു. അപ്പൊ കുറുക്കന്റെ അടുത്ത് പോയിട്ട് എന്നെ ശിഷ്യനാക്കണം പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ എൻ്റെ ഒപ്പം നടന്നവൻ. അങ്ങനെ കുറച്ച് ദിവസം കുറുക്കൻ്റെ ഒപ്പം നടന്നു. അപ്പൊ ഒരു ചെന്നായി വന്നിട്ട് കുറുക്കനെ കൊന്നു. അപ്പൊ ചെന്നായിന്റെ ഒപ്പായി. പിന്നെ ഒരു പുള്ളിപ്പുലി വന്നിട്ട് ചെന്നായിനെ കൊന്നപ്പോ പുള്ളിപ്പുലിന്റെ ഒപ്പായി. ഒരു ദിവസം കടുവ വന്നിട്ട് പുള്ളിപ്പുലിനെ ആട്ടി വിട്ടു. അപ്പൊ കടുവന്റെ ഒപ്പായി. അങ്ങനെയാണ് ഒരു ദിവസം ആനയും കടുവയും തമ്മിൽ സ്റ്റണ്ടായി. കടുവ പേടിച്ചു ഓടി, ആന പിടിച്ചിട്ട് ചുഴറ്റി എറിഞ്ഞെന്നൊക്കെ കഥ. അങ്ങനെ ആനന്റെ പാനോട് എന്നെ ശിഷ്യനാക്കണം പറഞ്ഞു. എന്നായിക്കോട്ടെ. അങ്ങനെ ആനന്റെ ഒപ്പം അങ്ങ് നടക്കുക. അങ്ങനെയാണ് ഒരു ദിവസം രാത്രി സിംഹം പറഞ്ഞ സാധനം വരുന്നത്. സിംഹം ആനയും വന്നോട് കൂടി എന്തായി? ആന പേടിച്ചോടി സിംഹത്തിന്റെ അടുത്തെത്തി. അപ്പൊ സിംഹത്തിനോട് പറഞ്ഞു, പൊന്നാര രാജാവേ രക്ഷിക്കണം, ഞാൻ പലരും നോക്കി, കേരളത്തിൽ അല്ല കാട്ടിലെ ഏറ്റവും ശക്തി നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് എന്നെ ശിഷ്യനാക്കണം പറഞ്ഞു. ആയിക്കോട്ടെ എൻ്റെ ഒപ്പം നിന്നോട്. അങ്ങനെ ഒരു നിലാവുള്ള രാത്രി സിംഹവും പൂച്ചയും കൂടി ഒരു പാറപ്പുറത്ത് വിശ്രമിക്കണം. അപ്പോഴാണ് ഒരാളിങ്ങനെ വരുന്നത്. പൂച്ച ആദ്യമായിട്ട് കാണാണ് ആരെ? ഒരു മനുഷ്യനെ മീശയൊക്കെ കർപ്പിച്ചിട്ട്. നിങ്ങൾ കേട്ടോ ദൊപ്പയ്യനറിയാം? ദൊപ്പയ്യ ഇല്ല, വേട്ടക്കാരനാണ്. അയാൾ വന്നു. അയാളെ കണ്ടിട്ട് പൂച്ചക്ക് മനസ്സിലായില്ല. അയാൾ ഇങ്ങനെ തോക്കിന്റെ കോയിലെടുത്തിട്ട് ഒറ്റ വെടിയാ. സിംഹത്തിന് നെറ്റിമേൽ ഒരു ഓട്ട. സിംഹം സ്പോട്ടിൽ ചത്തു. അപ്പൊ ഇയാൾ നേരെ ദൊപ്പയ്യനോട് പറഞ്ഞു, എന്നെ ശിഷ്യനാക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ദൊപ്പയ്യ ആയിക്കോട്ടെ എൻ്റെ കൂടെ പോരുകയാണ്. അങ്ങനെ രാത്രി 10-12 മണി 1 മണിയൊക്കെ ആയപ്പം കിട്ടിയ ഉരുപ്പടി കയറ്റി ദൊപ്പയ്യ പെരിയിച്ചത്. പെരിയെത്തിട്ട് കുട്ടി വിളിച്ചപ്പോ രാത്രി 2 മണിക്കുണ്ട്. മൂട്ടയൊക്കെ കഴിച്ചിട്ട് സാധനം വന്നിട്ട്, എവിടെ നിങ്ങൾ വഴിച്ചാണ്ട് ചാടി. അതിൽ ദൊപ്പയ്യ മീസ താത്തിയാണ്ട് തന്നെ ഇനി പോകില്ല. അപ്പൊ പൂച്ച നേരെ പെണ്ണുങ്ങളോട് പറഞ്ഞ് ഇന്ന ശിഷ്യനാക്കണം പറഞ്ഞു. അങ്ങനെ പൂച്ച ദൊപ്പയ്യന്റെ പെണ്ണുങ്ങളൊപ്പം കൂടിയതാ. അതിലേറെ ശക്തിയുള്ള മൃഗത്തിനെ പൂച്ച ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും പൂച്ച അടുക്കളയിൽ അങ്ങനെയാണല്ലോ എത്തി.